ഇത് നമ്മൾ ടൈം ഇന്റലിജൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ടൈം ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഡേറ്റിന്റെ ബേസിൽ എന്തെങ്കിലും കമ്പാരിസൺസ് നടത്തുകയാണെങ്കിൽ അതിനാണ് മെയിൻ ആയിട്ട് ഈ ടൈം ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതില് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് രണ്ട് ഫങ്ഷൻസ് ആണ്, ഡേറ്റ്സ് വൈറ്റിഡിയും അതുപോലെ ഡേറ്റ് ആഡും. അപ്പോൾ ഡേറ്റ്സ് വൈറ്റിഡി എന്ന് പറയുമ്പോൾ എന്താ, പെർഫോമൻസ് ടു ഡേറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് YTD മീൻസ് ഇയർ ടു ഡേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് YTD കൂടാതെ നമുക്ക് ഡേറ്റ്സ് QTD ഉണ്ട്, അതായത് ക്വാർട്ടേഴ്സ് ടു ഡേറ്റ്. ഇതുപോലെ ഡേറ്റ്സ് MTD എന്ന് പറയുമ്പോൾ മന്ത്സ് ടു ഡേറ്റ്. അപ്പം ഇങ്ങനെ പല ഇതിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇയർ മുതൽ ഇപ്പം വരെയുള്ള നമ്മളൊരു ടൈം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തിട്ട് അവിടെ വരെയുള്ള എന്താ പ്രോഫിറ്റ് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഡേറ്റ്സ് YTD യൂസ് ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ മീൻസ് ഒരു ഇയർ നമ്മൾ കൊടുത്തു, ആ ഇയർ മുതൽ ഞാൻ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഒരു ഇപ്പൊ കറന്റ് ടൈം ആണെങ്കിൽ ഇപ്പം വരെയുള്ള ഒരു എന്താ പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഓർഡേഴ്സ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഡേറ്റ്സ് YTD ആയിരിക്കും. അപ്പൊ നമുക്ക് പല ഇതിലും ഡേറ്റ്സ് YTD ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ QTD MTD. ഇത് ഇതിൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. മന്ത് ടു ഡേറ്റ് വേണമെങ്കിൽ അങ്ങനെ, ക്വാർട്ടേഴ്സ് ടു ഡേറ്റ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഡേറ്റ് ആഡ് ആണ്. ഡേറ്റ് ആഡ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് പീരീഡിലെ കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പം 1 മന്ത് മുമ്പുള്ള എന്താ ടോട്ടൽ ഓർഡേഴ്സ് കാണണം. ഇപ്പം ഓക്കെ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, നോക്കാം. ഡേറ്റ് ആഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു 1 മന്ത് മുമ്പുള്ള എന്താ ടോട്ടൽ ഓർഡേഴ്സ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ്, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഡേറ്റിനാണ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ എനിക്കത് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഡേറ്റ് ആഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ഇന്റർവെല്ലും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡേ ആണെങ്കിൽ ഡേ, മന്ത്, ക്വാർട്ടർ, ഇയർ. അപ്പൊ ഡേ ആണെങ്കിൽ ഇവിടെ എന്ത് വരും, -30 വരും. -30 ആണെങ്കിൽ 30 എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഡേയ്സ് കൊടുക്കുക. അപ്പൊ 30 ഡേയ്സ് മുമ്പുള്ള ടോട്ടൽ ഓർഡേഴ്സ് ആണ് എനിക്ക് കാണണമെങ്കിൽ നമുക്ക് ഡേറ്റ് ആഡ് യൂസ് ചെയ്യാം. അപ്പോ 1 മന്ത് കൊടുക്കാം, ക്വാർട്ടർ കൊടുക്കാം, ഇയർ കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ് ബേസ്ഡ് കമ്പാരിസൺസ് ആണ് മെയിൻ ആയിട്ട് ഈ ടൈം ഇന്റലിജൻസിൽ നമ്മൾ നോക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട് നോക്കാൻ, നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പ്രീവിയസ് മന്ത് റിട്ടേൺസ് കണ്ടുപിടിക്കുക, അതുപോലെ മന്ത് ഓർഡേഴ്സ്, പിന്നെ മന്ത് റവന്യൂ കണ്ടുപിടിക്കണേ, അതുപോലെ പ്രീവിയസ് മന്ത് പ്രോഫിറ്റ്, പിന്നെന്താ ഓർഡർ ടാർഗറ്റ്, പ്രോഫിറ്റ് ടാർഗറ്റ് കണ്ടോ, 10% ഇൻക്രീസ് ഓവർ പ്രീവിയസ് മന്ത്. അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10% നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം പ്രീവിയസ് മന്ത് റിട്ടേൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രീവിയസ് മന്ത് റിട്ടേൺസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി ടോട്ടൽ റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കൊടുക്കാം. കാൽക്കുലേറ്റ് വന്ന് ഇവിടെ മെഷർ ആയതുകൊണ്ടാണ്. അപ്പോ ടോട്ടൽ റിട്ടേൺസ് കൊടുക്കാം. അപ്പൊ 1 മന്ത് മുമ്പുള്ള ടോട്ടൽ റിട്ടേൺസ് ആണ് എനിക്ക് കാണേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ -1 വന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ പ്രീവിയസ് മന്ത് ഓർഡേഴ്സും പ്രീവിയസ് മന്ത് പ്രോഫിറ്റും പ്രീവിയസ് മന്ത് റവന്യൂ ഒക്കെ. ഇവിടെ എന്താ, ഈ മെഷർ മാത്രമേ മാറുന്നുള്ളൂ. പ്രീവിയസ് മന്ത് ഓർഡേഴ്സ് വരുമ്പോൾ ഇവിടെ ടോട്ടൽ ഓർഡേഴ്സ് വരും. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് കുറച്ച് തരുന്നുണ്ട്, ടോട്ടൽ എന്നിട്ടുള്ളേ. അത് നമ്മളുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും മെഷേഴ്സ്. ഓക്കെ, അപ്പം പ്രീവിയസ് മന്ത് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓർഡേഴ്സ്, പ്രീവിയസ് മന്ത് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ടോട്ടൽ പ്രോഫിറ്റ്. ഇവിടെയാണെങ്കിൽ ടോട്ടൽ റവന്യൂ. പിന്നെ എന്താ ബാക്കി സിൻടാക്സ് ഒക്കെ സെയിം തന്നെയാണ്. ഡേറ്റ്സ് ആഡ്, കലണ്ടർ ലുക്കപ്പില് ഡേറ്റില് 1 മന്ത് മുമ്പുള്ളത്, ഇതൊക്കെ സെയിം തന്നെയാണ്. മെഷർ മാത്രം മാറ്റി കൊടുക്കുക. ഇനി ഓർഡർ ടാർഗറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രീവിയസ് മന്ത് ഓർഡേഴ്സ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച പ്രീവിയസ് മന്ത് ഓർഡേഴ്സ് എടുക്കുക, മൾട്ടിപ്പിൾ 1.1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ഇവിടെ 1.1 മൾട്ടിപ്പിൾ ചെയ്യാൻ വന്ന് നമ്മൾ അവിടെ 10% ഇൻക്രീസ് ആണല്ലോ കാണിച്ചത് പ്രീവിയസ് മന്തിൽ, അതുകൊണ്ടാണ് ഇവിടെ 1.1. അത് മാത്തമാറ്റിക്കലി അങ്ങനെയാണ് വരുന്നത്. ഇനി പ്രോഫിറ്റ് ടാർഗറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രീവിയസ് മന്ത് പ്രോഫിറ്റ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ മൾട്ടിപ്പിൾ 1.1 കൊണ്ട് ചെയ്യുമ്പോൾ എന്താ, പ്രോഫിറ്റ് ടാർഗറ്റും കിട്ടും. അതുപോലെ തന്നെ റവന്യൂ ടാർഗറ്റും കണ്ടുപിടിക്കാം. സെയിം 1.1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മളിവിടെ ഡേറ്റ്സ് YTDക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. YTD